അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു ഫ്ലൂയിഡ് ഫ്ലോ അനാലിസിസ് യൂസിങ് ആൻസിസ് ഫ്ലുവൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വർക്ക് ബെഞ്ച് ഓപ്പൺ ചെയ്തു. ആൻസിസ് വർക്ക് ബെഞ്ച് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ടൂൾ ബോക്സസ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാം. കുറച്ച് ലിസ്റ്റ് ഉണ്ട്. അനാലിസിസ് സിസ്റ്റംസ് ഉണ്ട്, ദെൻ കമ്പോണന്റ് സിസ്റ്റംസ് ഉണ്ട്, അതുപോലെ കസ്റ്റം സിസ്റ്റംസ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് പല പാക്കേജസ് ആണ് ആൻസിസിൽ അവൈലബിൾ ആയിട്ടുള്ള. സോ നമുക്ക് ഫ്ലൂയിഡ് ഫ്ലോ അനാലിസിസിനുള്ള പാക്കേജസ് ഉണ്ട്, ദെൻ ഹൈഡ്രോഡൈനാമിക്സിനുള്ള പാക്കേജസ്, ഐസ് എഞ്ചിന്റെ അനാലിസിസ് ചെയ്യാനുള്ളത്, വൈബ്രേഷൻ അനാലിസിസിന് വേണ്ടിയിട്ടുള്ളത്, ദെൻ സ്ട്രക്ചറൽ അനാലിസിസ്, സ്റ്റഡി സ്റ്റേറ്റ് തെർമൽ, തെർമൽ ഇലക്ട്രിക്, ത്രൂ ഫ്ലോ, ദെൻ ട്രാൻസിയന്റ് സ്ട്രക്ചറൽ, ട്രാൻസിയന്റ് തെർമൽ, ടർബോ മിഷൻ, അങ്ങനെ ഒരുപാട് പാക്കേജസ് ആൻസിസിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു കാര്യം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്, ഫ്ലൂയിഡ് ഫ്ലോ അനാലിസിസ് യൂസിങ് ഫ്ലുവൻ്റ്. അപ്പോൾ ഒരു പാക്കേജ് ആണ് നമ്മൾ ഈ ഒരു എൻറ്റയർ കോഴ്സിന് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കാണാം ഫ്ലൂയിഡ് ഫ്ലോ ബ്രാക്കറ്റിലെ ഫ്ലുവൻ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാക്കേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതിൽ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് മൗസ് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക്, ക്ലിക്കല്ല ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റൈറ്റ് സൈഡിലുള്ള സ്പേസിൽ പ്രൊജക്ട് സ്കീമാറ്റിക് എന്നുള്ള സ്പേസിൽ നമുക്ക് ഒരു ഗ്രീൻ കളറിലെ റെക്ടാങ്കുലർ ബോക്സ് വരുന്നത് കാണാം. അപ്പൊ അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ റെഡ് കളറിലേക്ക് മാറുന്ന കാണാം. അപ്പോൾ മൗസ് പോയിന്റ് നമുക്ക് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒരു കേസ് ഫയൽ നമുക്ക് അവിടെ ലോഡായിട്ട് വരും. അപ്പൊ ഞാൻ പ്രീവിയസ് സെക്ഷനിൽ നമ്മുടെ CFDയുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോമെട്രി ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും മെഷ് അല്ലെങ്കിൽ സോൾവർ ഒക്കെ കൊടുക്കുന്ന ആ ഒരു പ്രോസസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കേസ് ഫയലും കാണുന്നത്. നോക്കിയാൽ അറിയാം ജോമെട്രി ഉള്ളൊരു പ്രൊവിഷൻ ഉണ്ട്, ദെൻ മെഷ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്, ദെൻ ഒരു സെറ്റപ്പ് ഫയൽ ഉണ്ട്, സൊല്യൂഷൻസ് ആൻഡ് റിസൾട്ട്സ്. അപ്പൊ ഇത് നമ്മൾ ജോമെട്രിയിൽ നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് ഡിസൈൻ മോഡൽ വെച്ചിട്ട് നമുക്ക് ജോമെട്രി വരക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഏതെങ്കിലും ഒരു CAD ജോമെട്രി വരച്ചേക്കണം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാം. ദെൻ മെഷിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റം ആഡ് ചെയ്യുക, ദെൻ ക്രിയേറ്റ് ചെയ്യുന്ന ജോമെട്രിനെ മെഷ് ചെയ്യുക, ദെൻ ബൗണ്ടറീസ് നെയിം ചെയ്യുക എന്നുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ മെഷിങ്ങിൽ വരുന്നത്. ദെൻ സെറ്റപ്പിലേക്ക് വരുമ്പോൾ വെദർ വി വാണ്ട് ടു റൺ ദ സിസ്റ്റം ഇൻ പാരലൽ ഓർ ഇൻ സീരീസ് എന്നുള്ളത്, പാരലൽ ആണെങ്കിൽ നമുക്ക് എത്ര പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യണം എന്നുള്ള നമ്പേഴ്സ് നമുക്ക് കൊടുക്കാം, ഡബിൾ പ്രിസിഷൻ ആണോ സിംഗിൾ പ്രിസിഷൻ ആണോ നമുക്ക് മെൻഷൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് സൊല്യൂഷൻസിലേക്ക് വരുമ്പോൾ സോൾവർ ഏതാണെന്ന് കൊടുക്കാം, ബൗണ്ടറി കണ്ടീഷൻസ് എന്താ കൊടുക്കാം, ദെൻ മെറ്റീരിയൽസ് നമുക്ക് ചൂസ് ചെയ്യാം, ഏത് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് നമുക്ക് കൊടുക്കണം, അതുപോലെ തന്നെ ഇനിഷ്യൽ കണ്ടീഷൻ എത്രയാണ്, കൺവെർജൻസ് ക്രൈറ്റീരിയ എന്താണ്, എത്ര ഇറ്ററേഷൻസ് വേണം, സ്റ്റഡി ആണോ അൺസ്റ്റഡി ആണോ, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ കൊടുക്കാനായിട്ട് സാധിക്കും സൊല്യൂഷൻസിലേക്ക് വരുമ്പോൾ. ദെൻ ഫൈനലി നമുക്ക് റിസൾട്ട്സ് എന്ന് പറയുമ്പോൾ CFD പോസ്റ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് പ്രോസസിങ് സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരിക, പാക്കേജ് ആണ്. അപ്പൊ CFD പോസ്റ്റ് വഴി നമുക്ക് കിട്ടിയ റിസൾട്ടുകളെല്ലാം നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. സോ നമുക്ക് ഫസ്റ്റ് വണ്ണിലേക്ക് നമുക്ക് പോവാം. സോ നമ്മൾ ആദ്യം തന്നെ ഒരു ജോമെട്രി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ റൈറ്റ് ക്ലിക്ക് ഓൺ ടു ദാറ്റ്. അപ്പൊ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ കാണാം, ന്യൂ സ്പേസ് ക്ലെയിം ജോമെട്രി എന്നും അതുപോലെ ന്യൂ ഡിസൈൻ മോഡലർ ജോമെട്രി നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളിപ്പോ ന്യൂ സ്പേസ് ക്ലെയിം ജോമെട്രിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഈ ഡിസൈൻ മോഡലർ ജോമെട്രി നമുക്ക് പഴയ പാക്കേജ് ആൻസിസിന്റെ പഴയ പാക്കേജിലെല്ലാം ഡിസൈൻ മോഡലർ ജോമെട്രി മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ലേറ്റസ്റ്റ് പാക്കേജിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ സ്പേസ് ക്ലെയിം ജോമെട്രിയും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മോഡൽ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഓട്ടോകാഡോ സോളിഡേഴ്സ് പോലത്തെ ഏതെങ്കിലും സോഫ്റ്റ്വെയർസ് നമുക്ക് യൂസ് ചെയ്യാം. സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് അതിൽ മോഡൽ ചെയ്യണ ജോമെട്രി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളൊരു ജസ്റ്റ് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജോമെട്രി, ഒരു പൈപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന്റെ ഡയമെൻഷൻസ് ഒരു 20 mm ഡയമീറ്ററും 100 mm ലെങ്ത്തും ഉള്ള ഒരു പൈപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുക. എന്നിട്ട് അതിൽ നമ്മളൊരു ഇൻകംപ്രസ്ഡ് ഫ്ലൂയിഡ് ഫ്ലോ അനാലിസിസ് നമ്മൾ ചെയ്യാൻ പോവാണ്. വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആൻസിസ് ഫ്ലുവന്റിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അനാലിസിസ്. അപ്പോൾ നമുക്കിപ്പോൾ സ്പേസ് ക്ലെയിം ജോമെട്രി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സർക്കിൾ വരക്കാനായിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ സെന്റർ പോയിന്റ് നമ്മൾ ഡയമീറ്ററും കൊടുത്തിട്ട് നമ്മളൊരു സർക്കിൾ വരക്കാനായിട്ട് പോവാണ്. ഐ ആം ചൂസിങ് ദാറ്റ്. സോ നമ്മളുടെ വർക്ക് സ്പേസിൽ ഞാൻ ജസ്റ്റ് ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുവാണ്. സോ ദേ ആർ ആസ്കിംഗ് ഫോർ ദ ഡയമീറ്റർ. സോ ഡയമീറ്റർ 20 mm കൊടുക്കുവാണ്. സോ 20 mm ഇസ് ദ ഡയമീറ്റർ ഗിവൺ. ഇത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സർക്കിളിനെ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പൈപ്പായിട്ട് മാറും.
സോ പൈപ്പ് നമ്മൾ ജോമെട്രി ക്രിയേറ്റ് ചെയ്യാനായിട്ട് എക്സ്ട്രൂഡ് എന്നുള്ള കമാൻഡ് അതിനകത്ത് പുൾ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സോ നോർമലി നമ്മൾ CAD ജോമെട്രി സോഫ്റ്റ്വെയർസ് എല്ലാം യൂസ് ചെയ്യുന്നത് എക്സ്ട്രൂഡ് എന്നുള്ള കമാൻഡാണ്. അപ്പോൾ ഇതിൽ അതിന് കുറച്ച് വ്യത്യസ്തമായിട്ട് പുൾ എന്നുള്ളൊരു കമാൻഡാണ് നമുക്കുള്ളത്. സോ ക്ലിക്ക് ഓൺ ടു ദാറ്റ്. ഇനി നമ്മൾ മൗസ് പോയിന്റ് നമ്മൾ വരച്ച സർക്കിളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ആ സർക്കിളിന്റെ ആ ഒരു റിങ് മാത്രം ഒരു യെല്ലോയിഷ് കളറായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ ആ റിങ്ങിനെയാണ് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അതല്ല വേണ്ടത്, നമുക്ക് ആ ഇന്നർ സ്പേസിനെയാണ് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്. ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു പൈപ്പാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഇന്നർ സ്പേസിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ മൗസ് പോയിന്റ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാം ആ ഇന്നർ സ്പേസിൽ ഒരു യെല്ലോയിഷ് കളറായിട്ട് മാറി. സോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു നമുക്ക് അതുപോലെ തന്നെ 2 ആരോസും കാണാം. മുകളിലോട്ടും താഴത്തോട്ടുമായിട്ട് 2 ആരോസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ആ 2 ആരോസിന്റെ ഡയറക്ഷനിലേക്കാണ് നമുക്ക് ഇനിയിപ്പോൾ മൂവ് ചെയ്യേണ്ടത്. അപ്പൊ താഴത്തോട്ടാണ് എക്സ്ട്രൂഡ് ഉണ്ടെങ്കിൽ താഴത്തോട്ട് നീക്കാം, മുകളിലോട്ടാണ് എക്സ്ട്രൂഡ് ഉണ്ടെങ്കിൽ മുകളിലോട്ടേക്ക് മൗസ് പോയിന്റ് നീക്കാം. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോഴേ അതിന്റെ ആ ഒരു കളർ മാറി അല്ലെ, ജസ്റ്റ് ഒരു ഓറഞ്ചിഷ് കളറായി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം, നേരെ മുകളിലോട്ടേക്ക് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, എങ്ങോട്ടേക്കാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്യാം. ജസ്റ്റ് മൗസ് പോയിന്റ് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സൈഡിൽ എത്രയാണ് ഡയമെൻഷൻ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡയമെൻഷൻ നമ്മൾ കൊടുക്കുന്നത് 100 mm ആണ്. ഓക്കെ, അപ്പോൾ 100 mm നമ്മൾ ഡയമെൻഷൻ കൊടുത്തു. അപ്പോൾ ഒരു 100 mm 20 mm ഡയമീറ്ററുള്ള ഒരു ജിയോമെട്രി നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു കേസ് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണ്ടായിരുന്നു അല്ലെ, ആ കേസ് ഫയൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ആ ന്യൂ ഫോൾഡറിന്റെ അകത്തേക്ക് നമ്മൾ ഈ വർക്ക് ബെഞ്ചിനെ നമ്മുടെ കേസ് ഫയൽ നമ്മൾ സേവ് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് ഫ്ലൂയിഡ് ഫ്ലോ എന്ന് നെയിം ചെയ്യാം. ഓക്കെ, ഫ്ലൂയിഡ് ഫ്ലോ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് ഫ്ലൂയിഡ് ഫ്ലോ എന്ന് നെയിം ചെയ്തു. അതിൽ നമ്മൾ സേവ് ചെയ്തു. അപ്പൊ നമ്മളുടെ ഈ വർക്ക് ബെഞ്ചിൽ ആ ഒരു ഫയൽ, പർട്ടിക്കുലർ കേസ് ഫയൽ നമുക്ക് ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് റീനെയിം ചെയ്തായിട്ട് മുകളിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ സ്പേസ് ക്ലെയിം ജോമെട്രി ജസ്റ്റ് ഞാനതിന് ക്ലോസ് ചെയ്യുവാണ്. നമ്മൾ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ജോമെട്രിയുടെ അവിടെ ഒരു ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ജോമെട്രി നമ്മൾ സക്സസ്ഫുള്ളി കേസ് ഫയലിലേക്ക് സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ മെഷീനിലേക്ക് പോവാണ്. സോ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ഓൺ ദാറ്റ് ആൻഡ് ക്ലിക്ക് ഓൺ എഡിറ്റ്. സോ നമുക്ക് ഇനിയിപ്പോൾ മെഷീനിന്റെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. സോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. വി ആർ ഇൻസൈഡിങ് എ കോർഡിനേറ്റ് സിസ്റ്റം, ദെൻ വി ആർ മെഷീനിങ് ദ ജോമെട്രി, ആൻഡ് നൗ we'll be going to name the boundaries of that particular geometry. ഓക്കെ, ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ചെയ്യുക. ഇപ്പൊ നമ്മുടെ മെഷീനിന്റെ വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞു. അതിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്ന ജോമെട്രി അറ്റാച്ച് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കിയാൽ നമുക്ക് 3 കാര്യങ്ങൾ കാണാം അല്ലെ. ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്ന ജോമെട്രി ഉണ്ട്, വയർ ഫ്രെയിം ആയിട്ട് നമുക്ക് കാണുന്നത്, അതുകൊണ്ടാണ് നമുക്ക് 2 റിങ് മാത്രം കാണുന്നത് ഇവിടെ. ദെൻ വി ഹാവ് എ കോർഡിനേറ്റ് സിസ്റ്റം, ദെൻ മെഷ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ. ഓക്കെ, 3 കാര്യങ്ങളാണുള്ളത്. അതുകൂടാണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നെയിം ചെയ്ത് കഴിയുമ്പോൾ നെയിംഡ് ബോഡീസ് എന്നൊരു സെക്ഷൻ കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഈ ജോമെട്രിയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. ലോക്കൽ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് മുകളിൽ മെനുവിന്റെ അടിയിൽ നോക്കിയാൽ കാണാം, നമുക്ക് 4 ബോക്സസ് കാണാം. ഓക്കെ, 4 ബോക്സ് കാണാനായിട്ട് സാധിക്കും. അതിൽ ഒരെണ്ണം വെർട്ടെക്സ് ആണ്. ദാറ്റ് മീൻസ് ആ ഒരു ബോക്സിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഒരു മൂലക്കുള്ള ഒരു കോർണറിലുള്ള ഒരു പോയിന്റ് മാത്രമാണ് അവിടെ ഗ്രീനിഷ് ആയിട്ടുള്ളത്. ദാറ്റ് മീൻസ് അവിടെ ഒരു വെർട്ടെക്സ് മാത്രം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എഡ്ജ്. നമുക്ക് ആ ഒരു എഡ്ജ് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ബോക്സ് സെലക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ജോമെട്രിയുടെ എഡ്ജസ് സെലക്ട് ചെയ്യാനായിട്ട്. ദെൻ തേർഡ് വൺ ഈസ് ഫേസ്. അപ്പോൾ ഒരു ജോമെട്രിയുടെ ഒരു ഫേസ് ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ, ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സർഫേസ് ആണ് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ഫേസ് ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇനി ജോമെട്രി എൻ്റർ ജോമെട്രി നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി ഓപ്ഷൻ വേണം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട്. സോ നമ്മളിപ്പോ കോർഡിനേറ്റ് സിസ്റ്റം ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് ഫോർ ദ എൻ്റർ ജോമെട്രിക്കാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത് കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസേർട്ട് എന്നൊരു ഓപ്ഷൻ വരും. വി ആർ ഗോയിങ് ടു ഇൻസേർട്ട് ദ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ഈ ബോഡി സെലക്ട് ചെയ്യുക, ബോഡി ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് ജോമെട്രി ആണോ നമുക്ക് ജോമെട്രിയിലാണോ നമുക്ക് ഈ കോർഡിനേറ്റ് സിസ്റ്റം ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ ജോമെട്രി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ നമുക്ക് യെല്ലോ കളറിൽ കാണാം, ക്ലിക്ക് ടു ചേഞ്ച് എന്ന് കാണാം. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ അപ്ലൈ ചെയ്യാനായിട്ട് പറയും. സോ ക്ലിക്ക് ഓൺ അപ്ലൈ. സോ ദാറ്റ് മീൻസ് ഇവിടെ ഒരു ലോക്കൽ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ഓൾറെഡി ആ ഒരു ജോമെട്രിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു പ്രോസസ് എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു മെഷ് ദ ജോമെട്രി.
ഓക്കെ, അപ്പൊ മെഷ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഒരു സെഷൻ മെഷിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ തരാം. ഒരുപാട് കൺട്രോൾസ് ഉണ്ട് മെഷിങ്ങിൽ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ആ ഒരു വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഫ്ലോ പ്രോബ്ലം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇനിഷ്യലി ജസ്റ്റ് ഒന്നും ചെയ്യാതെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബൈ ഡീഫോൾട്ട് വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ജനറേറ്റ് മെഷ് കൊടുക്കുവാണ്. സോ മുകളിൽ നമുക്ക് കാണാം ജനറേറ്റ് മെഷ്, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇനി അഥവാ അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെഷിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് വരും, അതിൽ ജനറേറ്റ് മെഷ് കാണാം, അത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ താഴത്ത് മെഷിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യണം നമുക്ക് കാണാം. ഇവിടെ 2208 എലമെന്റ്സ് ആണ് ഇവിടെ ഓൾറെഡി മെഷ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് കുറച്ചുകൂടി മെഷ് എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്യുക. സൈസിങ്ങിൽ ചെന്നിട്ട് സൈസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം. സൈസിങ്ങിൽ പോയിട്ട് അവിടെ മാക്സിമം ഫേസ് സൈസ് ഞാൻ ഒരു 1 mm കൊടുക്കുകയാണ്. ഓക്കെ, മാക്സിമം ഫേസ് സൈസ് എന്നുള്ളത് ഒരു 1 mm എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആൻഡ് നൗ ഐ ആം ഗോയിങ് ടു ജനറേറ്റ് ദ മെഷ് അഗെയിൻ. ഓക്കെ, വീണ്ടും നമ്മൾ മെഷ് ക്രിയേറ്റ് ചെയ്യുവാണ്. സോ മെഷിങ് കംപ്ലീറ്റ് ആയി. ഇപ്പൊ അത്യാവശ്യം നമുക്ക് നോക്കിയാൽ കാണാം, നമുക്ക് വളരെ ഫൈൻ ആയിട്ടുള്ള മെഷാണ് നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അത്യാവശ്യം ഫൈൻ ആയിട്ടുള്ള ഒരു മെഷാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ എത്ര എലമെന്റ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്രോക്സിമറ്റ്ലി 78,477 നമ്പർ ഓഫ് എലമെന്റ്സ് നമുക്കിപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ കേസ് റൺ ചെയ്യാനായിട്ട് ഇത്രയും നമ്പർ ഓഫ് എലമെന്റ്സ് മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. ഇനി തേർഡ് സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവാണ്. വി ആർ ഗോയിങ് ടു നെയിം ദ ബൗണ്ടറീസ്. ഓക്കെ, വി ആർ ഗോയിങ് ടു നെയിം ദ ബൗണ്ടറീസ്. അപ്പോ ഇതിനുവേണ്ടി നമ്മൾ ചെയ്യുക, നമുക്ക് ഫേസസ് ആണ്. ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, അതിന്റെ സർഫേസ് ആണ് നമ്മൾ നെയിം ചെയ്യാൻ പോകണം അല്ലെ. അപ്പൊ നമുക്ക് സർഫേസസ് വേണം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ എന്താ, ഫേസ് ഓപ്ഷൻ വേണം എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഫേസിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇപ്പോൾ നോക്കി നമുക്ക് കാണാം. ഇപ്പോൾ എന്താ, ഔട്ടർ സർഫേസ് കംപ്ലീറ്റ്, ജോമെട്രിയുടെ ഔട്ടർ സർഫേസ് കംപ്ലീറ്റിൽ നമുക്ക് ആ ഒരു കർവ്ഡ് സർഫേസ്, അതായത് പൈപ്പിന്റെ വോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, വോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അല്ലെ, ആ ഒരു സർഫേസ് മാത്രം. അതുപോലെ താഴത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു ഫേസ് മാത്രം നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കും, സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതെല്ലാം നമുക്ക് നെയിം ചെയ്യാം. ഓക്കെ, ഇതെല്ലാം നമ്മൾ നെയിം ചെയ്യാൻ പോകണം. അപ്പോൾ എന്തൊക്കെ നെയിം കൊടുക്കാം നമുക്ക്? ഇൻലെറ്റ് അല്ലെ, ഒരു ഫ്ലൂയിഡ് ഫ്ലോ പ്രോബ്ലം ആണ്. അപ്പോൾ അതിനൊരു ഫ്ലോക്ക് വേണ്ടിയിട്ട് ഒരു ഇൻലെറ്റ് വേണം, അതുപോലെ ഒരു ഔട്ട്ലെറ്റ് വേണം. ബാക്കിയുള്ള സർഫേസ് എന്താണ്, ഔട്ടർ സർഫേസ്, ഒരു പെരിഫറൽ സർഫേസ് നമ്മൾ എന്താ കൊടുക്കുക, അവിടെ വോൾ എന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെ, പൈപ്പിന്റെ വോൾ. ഓക്കെ, അപ്പോ ഞാൻ ഇത് താഴത്തെ പോർഷൻ നമ്മൾ ഇൻലെറ്റ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, ദിസ് ഇസ് നെയിംഡ് ആസ് ഇൻലെറ്റ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക, ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ താഴത്തായിട്ട് നമുക്ക് കാണാം ക്രിയേറ്റ് നെയിംഡ് സെലക്ഷൻ. ക്ലിക്ക് ഓൺ ദാറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സെലക്ഷൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മുടെ റീനെയിം ചെയ്യുക ഇൻലെറ്റ്. അപ്പൊ ഇവിടെ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഓക്കെ, ഇഷ്ടമുള്ള നെയിം കൊടുക്കാം, യാതൊരു പ്രശ്നവും ഇല്ല. പക്ഷേ കുറച്ച് കൺവെൻഷണൽ നെയിംസ് ഉണ്ട്, ലൈക്ക് ഇൻലെറ്റ്, ഔട്ട്ലെറ്റ്, വോള്. ഓക്കെ, അപ്പോൾ ഈ കൺവെൻഷണൽ നെയിംസ് കൊടുക്കുവാണെങ്കിൽ ആൻസേഴ്സ് തന്നെ അത് തിരിച്ചറിയും. ഓക്കെ, എന്ത് ടൈപ്പ് ബൗണ്ടറി കണ്ടീഷൻ ആണ് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ബൗണ്ടറി കണ്ടീഷൻ, അത് ഓട്ടോമാറ്റിക്കലി അത് ആൻസേഴ്സ് കാണിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ടൈപ്പാണ് നമ്മൾ മാനുവലി സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, കൺവെൻഷണൽ ആയിട്ടുള്ള ഇതേപോലത്തെ നെയിംസ് അല്ല നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മളവിടെ മാനുവലി ഇൻലെറ്റ് ടൈപ്പ് ആണോ അല്ലെ ഔട്ട്ലെറ്റ് ആണോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് ടൈപ്പ് ബൗണ്ടറി കണ്ടീഷൻസ് വേണം കൊടുക്കാനായിട്ട് എന്നുള്ളത് നമ്മൾ മാനുവലി ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഓപ്ഷൻ കാര്യം വരും. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് എപ്പോഴും നല്ലത് ഇൻലെറ്റ്, ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ വോൾ എന്നുള്ള അങ്ങനെ ഒരു കൺവെൻഷണൽ നെയിം നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മളിവിടെ ഇൻലെറ്റ് നമ്മൾ നെയിം ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇത് നമുക്ക് വോൾ എന്ന് പറഞ്ഞ് നെയിം ചെയ്യാം. wall, and next one is outlet. Next one is outlet. അപ്പൊ നമുക്ക് ഇവിടെ കാണാം നെയിംഡ് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ഇവിടെ വേറൊരു സാധനം കൂടി ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട് ഔട്ട് ലൈനിൽ. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് താഴത്ത് കാണാം ഇൻലെറ്റ്, ഔട്ട്ലെറ്റ് ആൻഡ് വോൾ, 3 കാര്യങ്ങളും വന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് എവിടെയാണ് അത് കാണാനും പറ്റും. ഔട്ട്ലെറ്റ് ക്ലിക്ക് ചെയ്താൽ ദിസ് ഇസ് ഔട്ട്ലെറ്റ്. ഇനി വോളിൽ ക്ലിക്ക് ചെയ്താൽ സോ ദിസ് ഇസ് ദ വോൾ ആൻഡ് വാട്ട് ഇസ് ഇൻലെറ്റ്, ഇതാണ് ഇൻലെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ള വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതോടുകൂടി നമ്മൾ 3 പ്രോസസ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു.
മെഷീന്റെ ആവശ്യം കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാവുക മെഷീന്റെ അവിടെ ഉണ്ടാവുക ഒരു ലൈറ്റ്നിങ് പോലത്തെ സിമ്പിൾ ആണ്. ദാറ്റ് മീൻസ് വി നീഡ് ടു അപ്ഡേറ്റ് ദാറ്റ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യണം മെഷ്ഡ് ജോമെട്രി, നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. സോ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. സോ ക്ലിക്ക് ഓൺ ടു ദാറ്റ്. സോ നൗ ദ മെഷിംഗ് ആൻഡ് ദ ബൗണ്ടറി ഡീറ്റെയിൽസ് ഓർ ദ നെയിം ഇൻ ദ ജോമെട്രീസ് ഇസ് ബീൻ അപ്ഡേറ്റഡ്. അപ്പൊ അത് അപ്ഡേറ്റ് ആയി കഴിയുമ്പോൾ ഒരു ടിക്ക് മാർക്ക് വരും. ഓക്കെ, ഇത് ഓൾറെഡി നിങ്ങൾ മെഷിംഗ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മെഷീൻ്റെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ മെഷീന്റെ വിൻഡോന്റെ ഉള്ളിൽ തന്നെ. ഓക്കെ, അപ്ഡേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു, അത് ടിക്ക് മാർക്കായി. നമ്മൾ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാണ്. ദാറ്റ് ഇസ് സെറ്റപ്പ്. അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് റൈറ്റ് ക്ലിക്ക് ഓൺ ടു ദാറ്റ് ആൻഡ് ക്ലിക്ക് എഡിറ്റ്. നമുക്കിപ്പോൾ ഒരു ചെറിയൊരു വിൻഡോ വരും. ഇതിൽ നമുക്ക് ഓപ്ഷൻസ് ഉള്ള ഡബിൾ പ്രിസിഷൻ വേണോ എന്ന് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അത് ഡീഫോൾട്ട് ആയിട്ട് സിംഗിൾ പ്രിസിഷൻ തന്നെ ആയിരിക്കും എടുക്കുക. ഞാൻ ഓൾറെഡി അത് കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഡബിൾ പ്രിസിഷൻ എന്ന് പറയുമ്പോൾ 64 ബിറ്റിലായിരിക്കും നമ്മൾ വാല്യൂസ് സേവ് ചെയ്യുക. സിംഗിൾ പ്രിസിഷൻ ആണെങ്കിൽ 32 ബിറ്റിലായിരിക്കും സേവ് ചെയ്യുക. സോ അതിന്റെ എത്ര നമ്പർ ഓഫ് ഡെസിമൽ പോയിന്റ്സ് വരും എന്നുള്ളതിനെയാണ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, സോ ഞാനിപ്പോൾ ഡീഫോൾട്ട് ആയിട്ട് സിംഗിൾ പ്രിസിഷൻ തന്നെ കൊടുക്കുവാണ്. പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ ഉള്ളത് സീരിയൽ ആയിട്ട് വേണോ പാരലായിട്ട് റൺ ചെയ്യണോ എന്നുള്ളതാണ്. സോ ഡീഫോൾട്ട് സീരിയൽ ആയിരിക്കും. പാരലായിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര ഓപ്ഷൻസ് എത്ര പ്രോസസ്സസ് വേണം എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ അനുസരിച്ച് നമുക്കത് ചൂസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ സീരിയലായിട്ട് തന്നെയാണ് റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ജസ്റ്റ് ക്ലിക്ക് ഓൺ ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലുവന്റിന്റെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ ഫ്ലുവന്റ് വിൻഡോയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റപ്പ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ജോമെട്രി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള എന്ത് മെറ്റീരിയല്, ബൗണ്ടറി കണ്ടീഷൻസ്, എന്ത് ടൈപ്പ് സോൾവർ, സ്റ്റഡി ആണോ അൺസ്റ്റഡി ആണോ എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് സെറ്റപ്പ് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്, അതിൽ കൊടുക്കാം. അതുപോലെ സൊല്യൂഷൻ എന്ന് പറഞ്ഞ വേറെ സെക്ഷൻ ഉണ്ട്, അതിൽ നമുക്ക് കൊടുക്കാൻ എന്താണ് കൺട്രോൾസ്, അതായത് കൺവെർജൻസ് ക്രൈറ്റീരിയ നമുക്ക് കൊടുക്കാം. ദെൻ ഇനിഷ്യലൈസേഷൻ കൊടുക്കാം. ദെൻ എത്ര നമ്പർ ഓഫ് ഹൈട്രേഷൻസ് വേണം എന്നുള്ള കാര്യങ്ങൾ കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൊല്യൂഷൻസിൽ കൊടുക്കുക. ദെൻ മൂന്നാമത്തെ ഒരു സെക്ഷൻ ഉള്ളത് നമുക്ക് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടാണ്. അതിൽ നമുക്ക് കോണ്ടൂർ, ഗ്രാഫ് ഒക്കെ ആയിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇതിൽ നമുക്ക് CFD പോസ്റ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് നമ്മുടെ വർക്ക് ബെഞ്ചിൽ കാണുന്ന റിസൾട്ട് എന്നുള്ള ആ ഒരു സെക്ഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്തുള്ളതിന് യൂസ് ചെയ്യണം നിർബന്ധമില്ല. അപ്പോഴും നമുക്ക് അത്യാവശ്യം വളരെ ഒരു കുറച്ചുകൂടി കംഫർട്ടബിൾ, അതിനേക്കാളും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാനും പ്രോസസ് ചെയ്യാനും സാധിക്കുന്നത് CFD പോസ്റ്റിലാണ്. ഓക്കെ, ഇതാ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം നമുക്ക് സെറ്റപ്പ്, സൊല്യൂഷൻ ആൻഡ് റിസൾട്ട്സ്. ഓക്കെ, അങ്ങനെ 3 സെക്ഷനാണുള്ളത്. ആൻഡ് സെറ്റപ്പിലുള്ള ഫസ്റ്റ് സെക്ഷനാണ് ജനറൽ. സോ ജനറലിൽ നമുക്കുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ വളരെ ബ്രീഫായിട്ട് പറഞ്ഞു പോവാം. നമുക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ സോൾവർ പ്രഷർ ബേസ്ഡ് ആണോ ഡെൻസിറ്റി ബേസ്ഡ് ആണോ നമുക്ക് ചൂസ് ചെയ്യാം. ദെൻ വെലോസിറ്റി കൊടുക്കുന്ന അബ്സൊല്യൂട്ട് വാല്യൂ ആണോ റിലേറ്റീവ് വാല്യൂ ആണോ എന്നുള്ളത് നമുക്ക് കൊടുക്കാം. ദെൻ ടൈം, അതായത് സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് ആണോ അല്ലെങ്കിൽ നമ്മൾ ട്രാൻസിയന്റ് സ്റ്റേറ്റ് അനാലിസിസ് ആണോ നമ്മൾ ചെയ്യുന്നത്. ദെൻ ഓൾറെഡി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളെപ്പോഴും തെറ്റിക്കാറുള്ള ഒരു കാര്യമാണ് ഗ്രാവിറ്റിയുടെ എഫക്റ്റ്. ഓക്കെ, അത് നമ്മൾ നാച്ചുറൽ കൺവെൻഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു ബോയിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ പുള്ളിന്റെ ഒരു എഫക്റ്റ് ഒക്കെ വരുന്ന സ്ഥലത്ത് നമ്മൾ കൃത്യമായിട്ട് ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രാവിറ്റിയുടെ ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പൊ അതില് വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു നാച്ചുറൽ കൺവെൻഷനിലെല്ലാം ഡാറ്റ ബുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് പ്ലേറ്റ് ഇൻക്ലൈൻഡ് ടു എ പ്ലെയിൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ പ്ലേറ്റ്, ഹൊറിസോണ്ടൽ പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കേസ് ഉണ്ടാവും. അതിന് ഓരോ ടൈപ്പ് സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ടാവും അല്ലെ. അതെന്തുകൊണ്ടാണ് ആ ഓരോ അതിന്റെ പൊസിഷനും അതിൻ്റെതായ ഡിഫറൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഹീറ്റ് ട്രാൻസ്ഫറിൽ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കേസിലെല്ലാം നമുക്ക് ഡയറക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്ഷൻ നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതില് എങ്ങനെയാണ് നമുക്ക് ഡയറക്ഷൻ കൊടുക്കുക നമുക്ക് നോക്കാം. സോ ഇതിലിപ്പോ ഒരു പൈപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. ഇതിലിപ്പോ നോക്കിയാൽ നമുക്ക് കാണാം വൈ ആക്സിസിന് പാരലായിട്ടാണ്. ഓക്കെ, വൈ ആക്സിസിന് പാരലായിട്ടാണ് നമുക്ക് പൈപ്പിന്റെ ആക്സിസ് ഉള്ളത്. ഇസഡ് ആക്സിസിനും എക്സ് ആക്സിസിനും പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് ഒരു ജോമെട്രി ഇരിക്കുന്നത് വിചാരിക്കുക. സോ ഇത് നമുക്ക് വളരെ ഹൊറിസോണ്ടൽ ആണെന്ന് പറയണമെങ്കിൽ, ഇപ്പൊ നമ്മൾ കാണുന്ന ജോമെട്രി നമുക്ക് ഹൊറിസോണ്ടൽ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ ഇസഡ് ആക്സിസിന്റെ
ഡയറക്ഷനിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പൈപ്പ് പാരലൽ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ ഇസഡ് ആക്സിസിന് പാരലൽ ആയിരിക്കണം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും വെക്കാം, എക്സ് ആക്സിലും വെക്കാം. കാരണം ഒരു സർക്കുലർ ജോമെട്രി ആയതുകൊണ്ട് അത് എക്സ് ആക്സിലാണെങ്കിൽ ഇസഡ് ആക്സിലാണ് നമുക്ക് തിരിച്ചു വെച്ചാലും സെയിം എഫക്ട് തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ കേസിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ജോമെട്രി ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയണമെങ്കിൽ നമുക്ക് എക്സ് ആക്സിന്റെ ഡയറക്ഷനിലായിരിക്കണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഗ്രാവിറ്റി അവിടെ ചെക്ക് ചെയ്യാം. ഗ്രാവിറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാവിറ്റിയുടെ വാല്യൂ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കൊടുക്കാം, എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിലാണ് എന്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ എക്സ് ആക്സിന്റെ ഡയറക്ഷനിൽ നമുക്ക് വാല്യൂ കൊടുക്കാം. സോ ഇപ്പോൾ നമുക്ക് എന്താ പറയാം, പൈപ്പ് ഹൊറിസോണ്ടലി ആണ് ഇരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പൈപ്പ് ഹൊറിസോണ്ടൽ ആണോ വെർട്ടിക്കൽ, പൈപ്പ് എന്നല്ല ഏതെങ്കിലും ഒരു ജോമെട്രി അത് വെർട്ടിക്കൽ ആണോ ഹൊറിസോണ്ടൽ ആണോ എന്നൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി സപ്പോസ് നമ്മളുടെ ജോമെട്രി വെർട്ടിക്കൽ ആണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ജോമെട്രി വെർട്ടിക്കൽ ആണെന്ന് വിചാരിക്കുക. വെർട്ടിക്കൽ ആണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ വൈ ആക്സിസിന് പാരലൽ ആയിരിക്കണം. ഓക്കെ, വൈ ആക്സിസിന് പാരലൽ ആയിരിക്കണം. അപ്പോ സപ്പോസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വൈ ആക്സിസിന്റെ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, വൈ ആക്സിസിന്റെ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്തായിരിക്കണം കൊടുക്കേണ്ടത്, ഇവിടെ വാല്യൂ 9.81 കൊടുക്കണം. ഓക്കെ, 9.81 കൊടുക്കണം. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വൈ ആക്സിസ്. ഇനി അപ്പോ ഈ ഒരു കേസിൽ എന്താ വരിക, അപ്പോൾ ഈ കേസിൽ വരുന്നത് നമ്മുടെ ജോമെട്രി എന്താണ്, പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കണം നമുക്ക് പറയാം. ഓക്കെ, പെർപെൻഡിക്കുലർ, കാരണം എന്താ, വൈ ആക്സിസിന് പാരലൽ ആയിട്ടാണ് നമ്മുടെ ജോമെട്രിയുടെ ആക്സിസ്. സോ ദാറ്റ് ഇറ്റ്സ് വെർട്ടിക്കൽ. ഓക്കെ, നമ്മുടെ പൈപ്പ് വെർട്ടിക്കൽ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. സപ്പോസ് നമ്മളുടെ ഈ ജോമെട്രിയുടെ റൈറ്റ് സൈഡ് ആണ് ഇൻലെറ്റ് എന്ന് വിചാരിക്കുക, റൈറ്റ് സൈഡ് ഇൻലെറ്റും ലെഫ്റ്റ് സൈഡ് ഔട്ട്ലെറ്റും ആണെന്ന് വിചാരിക്കുക. സോ നൗ ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് ഫ്രം ദ റൈറ്റ് സൈഡ് ടു ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് ഫ്രം റൈറ്റ് സൈഡ് ടു ലെഫ്റ്റ് സൈഡ്. അപ്പൊ അങ്ങനെയെങ്കിൽ അതായത് along the direction of y. ഓക്കെ, along the direction of y axis, കാരണം ലെഫ്റ്റിലോട്ടാണ് വൈ ആക്സിന്റെ ഡയറക്ഷൻ ഇവിടെ കാണുന്നത്. അപ്പൊ ഫ്ലൂയിഡ് ഇസ് ഫ്ലോയിങ് ഫ്രം റൈറ്റ് സൈഡ് ടു ലെഫ്റ്റ് സൈഡ്. സോ ദ ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് along the വൈ ആക്സിന്റെ ഡയറക്ഷൻ എന്ന് പറയാം. അതേ ഡയറക്ഷൻ തന്നെയാണ് നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉള്ളത്. അപ്പോ വെർട്ടിക്കലി നിൽക്കുന്ന ഒരു പൈപ്പാണിത്. വെർട്ടിക്കലി നിൽക്കുന്ന ഒരു പൈപ്പ് ആണെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഞാൻ ജസ്റ്റ് റൊട്ടേറ്റ് വെക്കാം കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പോ വെർട്ടിക്കലി നിൽക്കുന്ന ഒരു പൈപ്പ് ആണെങ്കിൽ ഫ്ലൂയിഡ് എങ്ങനെയാ ഫ്ലോ ചെയ്യുക, മുകളിൽ നിന്ന് താഴത്തോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, വൈ ആക്സിന്റെ ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി സപ്പോസ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആണ്, ഇതുപോലെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതുപോലെയാണ് ഇരിക്കുന്നതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നേരെ താഴത്തോട്ടാന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഫോഴ്സ് വരുന്നത് നേരെ താഴത്തോട്ടേക്കാന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്ഷൻ എങ്ങനെ കാണിക്കാം, -9.81 കൊടുക്കണം. ഓക്കെ, -9.81 കൊടുക്കണം. ദാറ്റ് മീൻസ് വൈ ഡയറക്ഷനിൽ പാരലൽ ആണ്, ബട്ട് ദാറ്റ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, വൈ ആക്സിസിന്റെ ഡയറക്ഷന് പാരലൽ ആയിട്ട് തന്നെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്തെന്ന് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡയറക്ഷൻ ഉള്ളത്. ഓക്കെ, നൗ ഇഫ് ദ ഫ്ലോ ഈസ് ഒക്കറിംഗ് along the y axis അല്ലെ along the direction of y axis, അങ്ങനെയാണെങ്കിൽ ഫ്ലോ എങ്ങോട്ടാ വരുന്നത്, അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴത്തോട്ടേക്കാണ്, പൈപ്പ് വെർട്ടിക്കൽ തന്നെയാണ്. ഇനി ഫ്ലോ ഒക്കെ ചെയ്യുന്നത് വൈന്റെ ഡയറക്ഷനിലേക്കാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫ്ലോ എവിടെ നിന്നാണ്, താഴത്തുനിന്ന് മേലോട്ടേക്കാണ് ഫ്ലോ വരുന്നത്. ഓക്കെ, താഴത്തുനിന്ന് മേലോട്ടേക്കാണ്. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. ഓക്കെ, നമ്മളിപ്പോ ഈ വൈ ആക്സിസിലാണോ എക്സ് ആക്സിസിലാണോ അല്ലെ ഇസഡ് ആക്സിസിലാണോ ഗ്രാവിറ്റിയുടെ വാല്യൂ കൊടുക്കുന്നത് എന്നുള്ളതനുസരിച്ച് ഫ്ലോവിന്റെ കാര്യങ്ങളൊക്കെ മാറും. ഓക്കെ, അപ്പൊ വെർട്ടിക്കൽ ഫ്ലോ ആണെങ്കിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഫ്ലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ വാല്യൂസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇൻക്ലൈൻഡ് ആണെങ്കിൽ നമുക്ക് കൊടുക്കാം, അതിന്റെ കമ്പോണൻസ് കൊടുത്താൽ മതി. അപ്പോൾ ഓക്കെ, ഇൻക്ലൈൻഡ് ആയിട്ടാണ് നമുക്ക് പൈപ്പ് ഒക്കെ ആണെങ്കിൽ അപ്പൊ ഏത് ആക്സിസിനാണ് ഇൻക്ലൈൻഡ് ആയിട്ട് വരേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ രണ്ട് ആക്സിസ് വരുമായിരിക്കും അല്ലെ. ആ രണ്ട് ആക്സിസിൽ നമുക്ക് ഗ്രാവിറ്റിയുടെ വാല്യൂ കമ്പോണന്റ് ആയിട്ട് മാറ്റിയിട്ട് അവിടെ കറസ്പോണ്ടിങ് വാല്യൂസ് നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ആ ജോമെട്രിയുടെ ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ആ ഒരു അലൈൻമെന്റ് തന്നെയാണ് നമ്മൾ പറയുന്നത് അറ്റ് പാർ വിത്ത് ഗ്രാവിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതില് ഗ്രാവിറ്റിയുടെ എഫക്ട് ഒന്നും വരുന്നില്ല, ജസ്റ്റ് അതെന്താണെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. നൗ നെക്സ്റ്റ് കംസ് ദ മോഡൽ. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാമിനാർ ഫ്ലോ ആണ് നമ്മൾ ചെയ്യുന്നത്.
ലോ റൈനോൾഡ്സ് നമ്പർ ഫ്ലോ ആണ്. സോ ആക്ച്വലി അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പൈപ്പിന്റെ ഡയമീറ്റർ നമുക്കറിയാം, വെലോസിറ്റി നമ്മൾ കൊടുക്കുന്ന എത്രയാണ് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് ആദ്യം റൈനോൾഡ്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ അത് തീരുമാനിക്കുക വെദർ ഇറ്റ് ഈസ് ലാമിന ഓർ ടർബുലന്റ്. ഓക്കെ, എന്നിട്ടൊക്കെ വേണം നമുക്ക് മോഡലൊക്കെ ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മളിപ്പോ ഈ കേസിൽ വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ബേസിക് ആയിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ബേസിക് ആയിട്ട് നമ്മൾ ലാമിനാർ ഫ്ലോ ആണ് അസ്യൂം ചെയ്തിട്ട് നമ്മൾ വളരെ ലോ റൈനോൾഡ്സ് നമ്പറിൽ നമ്മൾ ഫ്ലൂയിഡ് ഫ്ലോ റൺ ചെയ്യുവാണ്. ഓക്കെ, സോ ഇതില് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡൽസ് ഉണ്ട്. അപ്പൊ ഓരോ മോഡൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ആ മോഡലിൽ ഓരോ കൺട്രോൾസ് വരുന്നുണ്ട്, അത് എന്തിനാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ഇതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു സെഷൻ തരാം. അപ്പൊ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിൽ നമ്മൾ ജസ്റ്റ് ഇപ്പോ ഒരു വിസ്കസ് കണ്ടീഷൻ മാത്രം നമ്മൾ ഇതിൻ്റെ അത് കൊടുക്കുന്നുള്ളൂ, ലാമിനാർ ഫ്ലോ ആണെന്നാണ് കൊടുക്കുന്നത്. അതുകൂടാതെ വിസ്കസിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് കുറെ ഓപ്ഷൻസ് ഉണ്ട്. കെ എപ്സിലോൺ, കെ ഒമേഗ, ദെൻ റെയ്നോൾഡ്സ് സ്ട്രെസ്, DES, LES. ഇപ്പൊ ടർബുലന്റും അതേ ടർബുലന്റ് ഫ്ലോന്റെ തന്നെ പല ടൈപ്പിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, പല ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ അത് ഏതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ എന്ന് അറിഞ്ഞിട്ട് വേണം അത് ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷൻ തരാം, അപ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ ഉണ്ടാവും അതിനെക്കുറിച്ച്. ഇതിൽ നമ്മൾ ജസ്റ്റ് ലാമിനാർ മാത്രമേ കൊടുക്കുന്നുള്ളൂ, വേറെ ഒന്നിനെ കുറിച്ച് നമ്മളിപ്പോൾ ബോധർ ചെയ്യുന്നില്ല. ഓക്കെ, നമ്മളുടെ പ്രൈമറി എയിം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അനാലിസിസ് റൺ ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് നിങ്ങളെ ഈ ആൻസിസ് ഫ്ലൂവിനെ പരിചയപ്പെടുത്തുക, ഇതിന്റെ എന്തൊക്കെയാണ് ആ പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടത് അതൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു സെഷന്റെ ഒരു ഉദ്ദേശം. സോ ഞാൻ ജസ്റ്റ് വിസ്കസ് എന്നുള്ള ലാമിനാർ എന്നുള്ള കേസ് കൊടുത്തു, ബാക്കി വേറെ ഒരു കാര്യങ്ങളും നമ്മളൊന്നും ചെയ്യുന്നില്ല. നൗ കംസ് ദ മെറ്റീരിയൽ. ഓക്കെ, മെറ്റീരിയൽ ഡീഫോൾട്ട് എപ്പോഴും എയറും അലൂമിനിയം ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. നമ്മളിപ്പോ വെള്ളമാണ് അപ്പൊ ഫ്ലൂയിഡ് ആയിട്ട് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക, വാട്ടറാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വാട്ടർ ആഡ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ താഴത്ത് നമുക്ക് കാണാം ക്രിയേറ്റ് ഓർ എഡിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു മെറ്റീരിയൽ പാനൽ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ടൈപ്പാണ് മെറ്റീരിയൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽ എന്ത് ടൈപ്പാണ്, നമ്മൾ വാട്ടർ ആണ് ആഡ് ചെയ്യാൻ പോകുന്നത് അല്ലേ. സോ അത് ടൈപ്പ് എന്താ, ഫ്ലൂയിഡ് ആണ്. അപ്പൊ അതങ്ങനെ തന്നെ ഡീഫോൾട്ട് ആയിട്ടിരിക്കട്ടെ. നമ്മൾ എന്നിട്ട് ഫ്ലൂവിന്റെ ഡാറ്റാബേസുകൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിൽ മെറ്റീരിയൽസ് പാനലിന്റെ ഡാറ്റാബേസ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം ഒരുപാട് ഫ്ലൂയിഡ് ടൈപ്സ് ഉണ്ട്. ഓക്കെ, ഒരുപാട് ഫ്ലൂയിഡ് ടൈപ്സ് ഉണ്ട്. നമ്മൾ ഇതിൻ്റെ അത് വാട്ടർ ആണ് ചൂസ് ചെയ്യുന്നത്. വാട്ടറിലേക്ക് വരുമ്പോൾ രണ്ട് ടൈപ്പ് കാണാം, വാട്ടർ ലിക്വിഡും ഉണ്ട്, വാട്ടർ വേപ്പറും ഉണ്ട്. നമുക്ക് വേണ്ടത് വാട്ടർ ലിക്വിഡ് ആണ്. ഓക്കെ, അപ്പൊ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം കോപ്പി എന്ന് പറഞ്ഞ് കൊടുക്കുക. കോപ്പി കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഫ്ലൂയിഡ് ടൈപ്പിന്റെ അവിടെ വാട്ടർ ലിക്വിഡ് എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞു. ഓക്കെ, സോ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു നമ്മളുടെ മെറ്റീരിയല്. നമ്മൾ ജസ്റ്റ് ഞാൻ ക്ലോസ് ചെയ്യുവാണ്. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. സോ ഇവിടെ ഫ്ലൂയിഡിൽ വാട്ടർ ലിക്വിഡ് വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ ഈ സെൽ സോണില് വാട്ടർ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ ഇതിലൊരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഞാനിപ്പോ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈപ്പിലൂടെയുള്ള ഒരു ഫ്ലൂയിഡ് ഫ്ലോ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് പൈപ്പിലൂടെയുള്ള ഫ്ലൂയിഡ് ഫ്ലോ അനാലിസിസ് തന്നെയാണ്. പക്ഷെ നമ്മൾ വരച്ചേണ ജോമെട്രിയിലാണ് ഒരു പ്രത്യേകത ഉള്ളത്. നമ്മൾ ജോമെട്രി വരച്ചേക്കുന്നത് പൈപ്പിന്റെ അല്ല, നമ്മൾ ജോമെട്രി വരച്ചേക്കുന്നത് പൈപ്പിന്റെ ഉള്ളിലത്തെ സ്പേസിന്റെയാണ് നമ്മൾ ജോമെട്രി വരച്ചേക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ പൈപ്പിന്റെ അകത്ത് എന്തായിരിക്കും ഉണ്ടാവുക, പൈപ്പിന്റെ അകത്ത് വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ എന്താ, വാട്ടർ ആണ് ഉണ്ടാവുന്നത് അല്ലെ. അതായത് ഫ്ലൂയിഡ് ആണുള്ളത്. ആ ഫ്ലൂയിഡ് ഡൊമൈൻ ആണ് നമ്മൾ വരച്ചേക്കുന്നത്. ഓക്കെ, ഫ്ലൂയിഡ് ഡൊമൈൻ മാത്രമേ നമ്മൾ വരച്ചിട്ടുള്ളൂ, പൈപ്പ് നമ്മൾ വരച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ സോളിഡ് മെറ്റീരിയലിനെ കുറിച്ച് നമ്മൾ ബോധരേണ്ട ആവശ്യമില്ല. സോ ഈ ഒരു ജോമെട്രിയുടെ മെറ്റീരിയൽ എന്താണ്, വാട്ടർ ആണ്. ഓക്കെ, ഫ്ലൂയിഡ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽസ് നമുക്ക് ഫ്ലൂയിഡും നമ്മൾ എയർ വാട്ടർ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ എയർ കൊടുക്കാം, വാട്ടർ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ഒരെണ്ണം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും നേരത്തെ നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് വെച്ച് ആഡ് ചെയ്യാം. സോളിഡിൽ നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല, ബിക്കോസ് നമ്മൾ ഒരു ഫ്ലൂയിഡ് ഡൊമൈൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്, സെൽ സോൺ കണ്ടീഷൻ. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, സെൽ സോൺ കണ്ടീഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് ഒരു പേരുണ്ട്, FFF സോളിഡ് എന്ന് പറഞ്ഞിട്ടൊരു പേരുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ഓപ്ഷൻ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ FFF സോളിഡ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ റീനെയിം ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്കൊരു പുതിയൊരു വിൻഡോ വന്നിട്ടുണ്ട്. ഈ വിൻഡോയിൽ നമുക്ക് സോണിന്റെ പേര് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഞാനിപ്പോ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സോണിന്റെ പേര് ഞാൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കൊടുക്കുവാണ്. മെറ്റീരിയൽ നമുക്ക് ഏതാണ് വേണ്ടത്, വാട്ടർ ആണ് അല്ലെ, വാട്ടർ ലിക്വിഡ് ആണ് നമുക്ക് മെറ്റീരിയൽ വേണ്ടത്. സോ മെറ്റീരിയൽ ചൂസ് ചെയ്യുക, അതിന് ക്ലിക്ക് ഓക്കെ. സോ നമ്മളിപ്പോ മെറ്റീരിയൽ ചൂസ് ചെയ്തു. നമ്മുടെ ഈ ഫ്ലൂയിഡ് ഡൊമൈൻ അല്ലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ജോമെട്രിയിലുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് വാട്ടർ ആണ്, ലിക്വിഡ് വാട്ടർ ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവാണ്. വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് ദ ബൗണ്ടറീസ്. നൗ വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് ദ ബൗണ്ടറീസ്. അപ്പോൾ ബൗണ്ടറീസിൽ നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ
മൂന്ന് പേരുകൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളാണ് അല്ലെ, ഇൻലെറ്റ്, ഔട്ട്ലെറ്റ്, വോള്. അപ്പൊ നിങ്ങൾ അവിടെ വെച്ചിട്ട് നമ്മൾ നെയിം ചെയ്യാൻ മറന്നു പോയിരുന്നെങ്കിൽ, നമ്മൾ അവിടെ നെയിം ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പേരുകളൊന്നും ഉണ്ടാവില്ല. അതിന് ഇന്റീരിയർ സോളിഡ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ്സ് എ ജോമെട്രി, ഇന്റീരിയർ എലമെന്റ്സ്. ഓക്കെ, ആ മെഷിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇന്റീരിയർ എലമെന്റ്സ് ആണ് അവിടെ വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ അധികം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഔട്ടർ സർഫേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണ ആ ഒരു പാച്ചസ് അല്ലെങ്കിൽ ആ നെയിംഡ് സർഫേസസ് മാത്രം നമ്മൾ നോക്കിയാൽ മതിയാവും. ഇനി ഇതിൽ പ്രത്യേക ഒരു കാര്യം നോക്കിയേ, ഞാൻ ഇൻലെറ്റ് സെലക്ട് ചെയ്തു. ഇൻലെറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ടൈപ്പ് വെലോസിറ്റി ഇൻലെറ്റ് ഡീഫോൾട്ട് ആയിട്ട് വന്നതാ അല്ലെ, ഞാനൊന്നും ചെയ്തിട്ടില്ല അതിൽ. അല്ലെ ഔട്ട്ലെറ്റ്, പ്രഷർ ഔട്ട്ലെറ്റ്, വോൾ, ടൈപ്പ് വോൾ. ഓക്കെ, മൂന്ന് കാര്യങ്ങളും വളരെ ഡീഫോൾട്ട് ആയിട്ട് വന്നതാണ്. ഞാൻ ഒരു കാര്യം കൊടുത്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ കൺവെൻഷണൽ ആയിട്ടുള്ള നെയിംസ് വേണം ചൂസ് ചെയ്യാൻ എന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് ആൻസേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും എന്ത് ടൈപ്പ് ബൗണ്ടറി ആണെന്നുള്ളത്. അതിനനുസരിച്ചുള്ള നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് ആൻസേഴ്സ് ഡീഫോൾട്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ബൗണ്ടറീസ് നമുക്ക് കാണാം. അതിൽ ഏത് വേണമെന്നുള്ള നമ്മൾ ചൂസ് ചെയ്താലും മതിയാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ കൺവെൻഷണൽ ആയിട്ടുള്ള നെയിമിങ്സ് കൊടുക്കണം എന്ന് ഞാൻ പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നെയിം ചെയ്യാം. ബൗണ്ടറി കണ്ടീഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാം. സോ ഇൻലെറ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ സെലക്ട് ചെയ്തിട്ട് ഇൻലെറ്റ് സെലക്ട് ചെയ്തിട്ട് താഴത്തെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാനും മതിയാവും. ഓക്കെ, ഞാനിപ്പോൾ ഡബിൾ ക്ലിക്ക് ആണ് ചെയ്തത്. അപ്പോൾ ഇതിൽ നമ്മൾ വെലോസിറ്റി കൊടുക്കാൻ പോകുന്ന ഒരു 0.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, വെലോസിറ്റി കൊടുക്കാൻ പോകുന്നത് 0.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. രണ്ടാമത്തെ കാര്യം നമുക്ക് ഇവിടെ ഉള്ളത് ഇനിഷ്യൽ ഗേജ് പ്രഷർ. സോ ഇനിഷ്യൽ പ്രഷർ എത്രയാണ് നമുക്ക് വേണമെങ്കിൽ ഇതിവിടെ കൊടുക്കാം. നമുക്ക് അറിയത്തില്ല എത്രയാണ് പ്രഷർ വരിക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ തൽക്കാലം അവിടെ വാല്യൂസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വാല്യൂസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ ഒരു ഫ്ലൂയിഡ് ഫ്ലോ പ്രോബ്ലം ആണ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ കാര്യമാണ്. നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ട് വരിക, കണ്ടിന്യൂറ്റി ഇക്വേഷനും മൊമെന്റ് ഇക്വേഷനും. ഓക്കെ, അപ്പൊ കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ നമുക്ക് വരുന്ന അൺനോൺസ് എന്ന് പറയുന്നത് എന്താ, എക്സ് വൈ സെഡ് ഡയറക്ഷനിലെ വെലോസിറ്റി ആണ്. മൊമെന്റ് ഇക്വേഷനിൽ വെലോസിറ്റി കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു പ്രഷർ ടേം കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് എക്സ് വൈ സെഡ് ഉള്ള വെലോസിറ്റി ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വെലോസിറ്റി എന്നുള്ള ഒരു വാക്കിൽ പറഞ്ഞാൽ നമുക്ക് രണ്ട് അൺനോൺസ് ആണ് വരുന്നത്, വെലോസിറ്റിയും പ്രഷറും. ഓക്കെ, അപ്പോ ഇതില് ഒരെണ്ണം നമുക്ക് ഇൻലെറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഫിക്സഡ് വാല്യൂ ആയിട്ട് ഔട്ട്ലെറ്റിൽ കൊടുക്കണം. ഓക്കെ, രണ്ടും ഇൻലെറ്റിൽ തന്നെയോ അല്ലെങ്കിൽ രണ്ട് വാല്യൂസും ഔട്ട്ലെറ്റിൽ തന്നെയോ കൊടുക്കാൻ പാടില്ല. ആണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ വെലോസിറ്റി ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ദാറ്റ് മീൻസ് ഇൻലെറ്റിൽ നമ്മൾ വെലോസിറ്റിയുടെ വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഔട്ട്ലെറ്റിൽ നമ്മൾ കൊടുക്കേണ്ടത് പ്രഷറിന്റെ വാല്യൂ ആയിരിക്കണം. ഓക്കെ, ഈ രണ്ട് വാല്യൂസ് വെച്ചിട്ടായിരിക്കും അവര് സോൾവ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇനി സപ്പോസ് നമ്മൾ ഇൻലെറ്റിൽ തന്നെയാണ് പ്രഷറും വെലോസിറ്റിയും കൊടുത്തതെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, നമുക്ക് n നമ്പർ ഓഫ് സൊല്യൂഷൻസ് നമുക്ക് കിട്ടാം. ഇൻലെറ്റ് വെലോസിറ്റി ഇൻലെറ്റ് പ്രഷറിനും പറ്റുന്ന രീതിയിൽ ഔട്ട്ലെറ്റിൽ ഏത് പ്രഷർ വേണമെങ്കിലും ആവാം, അതിന് യോജിക്കുന്ന രീതിയിലുള്ള ഏത് വെലോസിറ്റി വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പൊ കിട്ടുന്ന ഉത്തരം നമുക്ക് തെറ്റായിരിക്കും, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോ ഔട്ട്ലെറ്റിൽ നമ്മൾ പ്രഷറും ഇൻലെറ്റിൽ വെലോസിറ്റിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഔട്ട്ലെറ്റിൽ പ്രഷർ കിട്ടുന്ന രീതിയിൽ ഡീഫോൾട്ട് ആയിട്ട് ഇൻലെറ്റിലെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്നവര്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇൻലെറ്റിലെ പ്രഷർ നമ്മളിപ്പോ തൽക്കാലം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിഷ്യലി നമ്മൾ ഈ കൊടുക്കുന്ന വാല്യൂ വെച്ചിട്ടായിരിക്കും കൂട്ടിയതിനു ശേഷം പിന്നീട് ഐട്രേഷൻസ് നടന്ന് ലാസ്റ്റ് കറക്റ്റ് വാല്യൂയിലേക്ക് എത്തും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം നമുക്ക് എന്താണ് വരേണ്ട വാല്യൂ എന്നുള്ള നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ കൊടുത്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ തെറ്റാണെങ്കിൽ ആ സൊല്യൂഷൻ കൺവേർജ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കും. ഓക്കെ, സോ ബെറ്റർ നോട്ട് ടു ഗീവ് എനി വാല്യൂ. സോ ഞാൻ ഇവിടെ വെലോസിറ്റി മാത്രം കൊടുത്തു, ഞാൻ ഇവിടെ നിർത്തുവാണ്. ദെൻ കംസ് ദ ഔട്ട്ലെറ്റ്. ഔട്ട്ലെറ്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു പ്രഷർ ഔട്ട്ലെറ്റ് ആണ് കൊടുത്തേക്കുന്നത്. ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇതിൽ നമ്മൾ പ്രഷർ കൊടുക്കുന്നത് ഗേജ് പ്രഷറാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അബ്സല്യൂട്ട് പ്രഷർ അല്ല. അപ്പോ അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ ഗേജ് പ്രഷറിലെ അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, 0 എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ. 0 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഗേജ് പ്രഷറിലെ അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാനിപ്പോ തൽക്കാലം 0 പാസ്കൽ എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. അതായത് വെള്ളം പൈപ്പിന് പുറത്തേക്ക് പോകുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്കാണ്, അല്ലെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് വാട്ടർ പുറത്തോട്ടേക്ക് പോകുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് 0 ഗേജ് പ്രഷർ. ഓക്കെ, അപ്പൊ ഞാൻ 0 ആയിട്ട് വെച്ചിട്ട് ഞാൻ അതും ഓക്കെ അടിച്ച് ക്ലോസ് ചെയ്യണം.
ദെൻ തേർഡ് വൺ വോൾ. വോൾ വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ ഒരു ലാമിനാർ ഫ്ലൂയിഡ് ഫ്ലോ ആണെങ്കിൽ അവിടെ ബൗണ്ടറിയിൽ എത്തുമ്പോൾ വെലോസിറ്റിയുടെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, നമ്മൾ മറ്റേ ബൗണ്ടറി ലെയറൊക്കെ പഠിച്ചപ്പോഴത്തേക്കും ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് കാണണം അല്ലെ. ഒരു പാരബോളിക് വെലോസിറ്റി പ്രൊഫൈൽ ആണ് വരുന്നത് നമ്മൾ പറഞ്ഞു. അതുപോലെ ടുവേർഡ്സ് ദ ബൗണ്ടറി വരുമ്പോഴത്തേക്കും അവിടെ വെലോസിറ്റിയുടെ വാല്യൂ 0 ആയിരിക്കും. ടുവേർഡ്സ് ദ സെന്ററിലേക്ക് ആ ഫ്ലൂയിഡ് ഫ്ലോന്റെ പൈപ്പിന്റെ നടുക്ക് വരുമ്പോഴത്തേക്കും അവിടെ വെലോസിറ്റി കൂടി കൂടി വരും എന്നുള്ളതെല്ലാം നമ്മൾ ബൗണ്ടറി ലെയറിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെലോസിറ്റി നമ്മുടെ വോളില് വെലോസിറ്റി 0 ആണ് കൊടുക്കുന്നത്. ഓക്കെ, അതിനുള്ള കണ്ടീഷനാണ് നമ്മൾ നോ സ്ലിപ്പ് കണ്ടീഷൻ. വോള് സ്റ്റേഷനറി ആണ്, വോള് മൂവ് ചെയ്യുന്നില്ല. ആൻഡ് നമ്മൾ നോ സ്ലിപ്പ് കണ്ടീഷനാണ് അവിടെ കൊടുക്കുന്നത്. നോ സ്ലിപ്പ് കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്ലിപ്പ് ഒന്നുമില്ല ബൗണ്ടറിയിൽ. ആൻഡ് ദ വെലോസിറ്റി ഈസ് 0. ഓക്കെ, സോ നമ്മളതും ഓക്കെ കൊടുക്കുകയാണ്. സോ അതോടുകൂടി നമ്മളുടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ബൗണ്ടറി കണ്ടീഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ സൊല്യൂഷൻ പാർട്ടിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് മോണിറ്റർ എന്നുള്ളൊരു ഇത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് നമുക്ക് റെസിഡ്യുവൽ എന്നുള്ളൊരു സബ്സെക്ഷൻ കാണാം. റെസിഡ്യുവലിൽ ക്ലിക്ക് ചെയ്യുക. റെസിഡ്യുവലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് കൺവെർജൻസ് ക്രൈറ്റീരിയ ആണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, കൺവെർജൻസ് അബ്സല്യൂട്ട് ക്രൈറ്റീരിയ നമുക്ക് കാണാം. ഇതിൽ കൊടുത്തത് 10⁻³ ആണ്. അതായത് കറണ്ട് ഐറ്ററേഷനും പ്രീവിയസ് ഐറ്ററേഷനും തമ്മിൽ നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ നമ്മൾ ഡിഫറൻസ് എടുത്ത് നോക്കും. ഓക്കെ, ആ ഡിഫറൻസ് വാല്യൂ ആണ് നമ്മൾ റെസിഡ്യുവൽ എന്ന് പറഞ്ഞ് കാണിക്കുക. ഈ എല്ലാത്തിലെയും വാല്യൂസ്, അതായത് കണ്ടിന്യൂറ്റിക്കേഷന്റെ വാല്യൂ, ദെൻ യു വി ആൻഡ് ഡബ്ല്യു വെലോസിറ്റീസിന്റെ വാല്യൂ, ഇതെല്ലാം 10⁻³ താഴത്താണ് വരുന്നതെങ്കിൽ 10⁻³ താഴത്താണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ സൊല്യൂഷൻ കൺവെർജ് എന്ന് പറയും. ഓക്കെ, ഞാനിപ്പോൾ ഇത് കൺവെർജൻസ് ക്രൈറ്റീരിയ ജസ്റ്റ് കുറച്ച് കൂട്ടി കൊടുക്കുകയാണ്. ഒരു 10⁻6 കൊടുക്കുകയാണ്. ഓക്കെ, കൺവെർജൻസ് ക്രൈറ്റീരിയ ഒരു 10⁻6 കൊടുക്കുകയാണ് എല്ലാത്തിലും. അപ്പോൾ റെസിഡ്യുവൽ വാല്യൂ 10⁻6 എല്ലാം അച്ചീവ് ചെയ്താൽ, എല്ലാ കേസിലും 10⁻6 അച്ചീവ് ചെയ്താൽ മാത്രമേ സൊല്യൂഷൻ കൺവെർജ് ആയി എന്ന് പറയുള്ളൂ. ഓക്കെ, ആൻഡ് ക്ലിക്ക് ഓക്കെ. ഇനി നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാം. സോ നമുക്ക് എന്താണ് ഇതിന്റെ ഇൻലെറ്റിൽ, നേരത്തെ പ്രഷറിന്റെ കേസ് പറയുമ്പോൾ പറഞ്ഞായിരുന്നു, ഇൻലെറ്റിൽ എന്താണ് പ്രഷർ വരുന്നത്, അല്ലെങ്കിൽ ത്രൂ ഔട്ട് എൻ്റയർ ഇന്റീരിയറിൽ എന്താണ് വാല്യൂ വരുന്നത് എന്നൊക്കെ നമുക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഇനിഷ്യലൈസേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ധാരണ ഇല്ല എന്നാണെങ്കിൽ നമുക്ക് എപ്പോഴും ഹൈബ്രിഡ് ഇനിഷ്യലൈസേഷൻ കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഹൈബ്രിഡ് ഇനിഷ്യലൈസേഷൻ ആണ് ഇതിൽ കൊടുക്കുക. അപ്പൊ ആദ്യത്തെ ഒരു 10 ഐറ്ററേഷൻ റൺ ചെയ്ത് അതിൽ എൻ്റയർ റീജിയനിൽ ഇതിൻ്റെ അകത്തുള്ള ഇന്റീരിയർ നോട്ട്സിലെല്ലാം നമ്മൾ ഒരു ഡീഫോൾട്ട് ആയിട്ട് ഒരു ഇനിഷ്യൽ വാല്യൂ കൊടുക്കുകയാണ്. പ്രഷറിനും വെലോസിറ്റിക്കെല്ലാം ഒരു ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഹൈബ്രിഡ് ഇനിഷ്യലൈസേഷൻ നമ്മളിപ്പോൾ കഴിഞ്ഞു. 10 ഐറ്ററേഷൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ റൺ കാൽക്കുലേഷനിലേക്ക് വരുവാണ്. അപ്പൊ അതിന് മുമ്പ് കാൽക്കുലേഷൻ ആക്ടിവിറ്റീസ് എന്നുള്ളൊരു കേസ് ഉണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. എത്ര ഐറ്ററേഷൻ കഴിയുമ്പോൾ നമുക്ക് കേസ് ഫയലിൽ റിസൾട്ട് ഒരു ഫോൾഡർ ആയിട്ട് നമുക്ക് സേവ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ അത് വേണമെങ്കിൽ ഒരു 10 ഐറ്ററേഷനോ 100 ഐറ്ററേഷനോ 1000 ഐറ്ററേഷനോ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അവർ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ സേവ് ചെയ്യാൻ ഓപ്ഷൻ നമ്മൾ വളരെ ചെറിയ ഐറ്ററേഷനിലാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫയൽസ് സേവ് ആവുകയും ഒരുപാട് സ്പേസ് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മൾക്ക് ആവശ്യം എന്താണ്, നമ്മുടെ റിക്വയർമെന്റ് എന്താണോ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മളിവിടെ കൊടുത്താൽ മതിയാവും. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് ഞാൻ നേരെ ഡയറക്ട്ലി റൺ കാൽക്കുലേഷനിലേക്ക് പോവാണ്. അപ്പോൾ റൺ കാൽക്കുലേഷനിൽ നമ്മളിവിടെ നമ്പർ ഓഫ് ഐറ്ററേഷൻസ് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ 1000 ഐറ്ററേഷൻസ് കൊടുക്കുക. ഓരോ ഐറ്ററേഷൻ കഴിയുമ്പോഴും നമുക്ക് ഇവിടെ റെസിഡ്യുവൽ വാല്യൂസ് എത്രയാണെന്ന് അവർ എഴുതി കാണിക്കും. റിപ്പോർട്ട് ഇന്റർവ്യൂവിൽ ഞാൻ 1 കൊടുത്തത്. ദെൻ അതുപോലെ തന്നെ പ്രൊഫൈൽ അപ്ഡേറ്റ് ഇന്റർവ്യൂവിലും 1 കൊടുത്തു. അപ്പോൾ ഓരോ ഐറ്ററേഷൻ കഴിയുമ്പോഴും അവിടെ നമുക്ക് ഇവിടെ എന്തൊക്കെ റിസൾട്ട് ആണോ കാണിക്കുക ആ റിസൾട്ടിലെല്ലാം ഓരോ ഐറ്ററേഷൻ കഴിയുമ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ആ റിസൾട്ട് എങ്ങനെയൊക്കെ വിഷ്വലൈസ് ചെയ്യാം, നമുക്ക് ഗ്രാഫിക്കലായിട്ട് കാണാനൊക്കെ സാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ കോണ്ടൂറായിട്ട് നമുക്ക് കാണാനൊക്കെ സാധിക്കും. അതെങ്ങനെയാണ് കാണാന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത ഒരു സെഷനിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഈ വാല്യൂസ് എല്ലാം ഡീഫോൾട്ട് ആയിട്ട് വെച്ച് തന്നെ ഞാൻ കാൽക്കുലേറ്റ് ഓപ്ഷൻ കൊടുക്കുവാണ്. അപ്പോൾ കാൽക്കുലേറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് സൊല്യൂഷൻ റൺ ആവുകയും അതിന്റെ റിസൾട്ട് അല്ല റെസിഡ്യുവൽ വാല്യൂസ് നമുക്കൊരു ഗ്രാഫിക്കലി റെപ്രസെന്റേഷൻ ആയിട്ട് നമുക്ക് കാണാനും പറ്റും. അതുപോലെ താഴത്തെ വാല്യൂസ് നമുക്ക് എഴുതി കാണിക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇതിൽ കാണാം കണ്ടിന്യൂറ്റി, എക്സ് വെലോസിറ്റി, വൈ വെലോസിറ്റി, സെഡ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ട് താഴത്തെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യുവൽ വാല്യൂസ് ആണ് നമുക്ക് കാണുന്നത്. അതുപോലെ എത്ര സമയമുണ്ട് ഈ ഐറ്ററേഷൻ തീർക്കാൻ എന്നുള്ളത് കാണാം. ഇവിടെ 10 മിനിറ്റ് എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, 10 മിനിറ്റ് കൊണ്ട് ഐറ്ററേഷൻ തീരും. 1000 ഐറ്ററേഷൻ 10 മിനിറ്റ് കൊണ്ട് തീരും എന്നുള്ളതാണ് അവർ കാണിക്കുന്നത്. ഓക്കെ,
ദെൻ ഇപ്പുറത്ത് നമുക്ക് റൈറ്റ് സൈഡിൽ ഏറ്റവും റൈറ്റ് സൈഡിൽ നമുക്ക് കാണുന്നത് ഇനി എത്ര ഇറ്ററേഷൻ കൂടി റൺ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ഇവിടെ സ്കെയിൽഡ് റെസിഡുവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഗ്രാഫ് കാണാം. ആ ഗ്രാഫിൽ നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ, ദെൻ ഇത് y വെലോസിറ്റി, ദെൻ ഇവിടെ കാണുന്ന എക്സ് ആൻഡ് z വെലോസിറ്റിയുടെ ആണ്. ആ ഇതിന്റെ റെസിഡുവൽ വാല്യൂസിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇത് നോക്കിയാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും റെസിഡുവൽ വാല്യൂസ് കുറഞ്ഞാണ് വരുന്നത്. ഓക്കെ, നമുക്ക് എപ്പോഴും റെസിഡുവൽ വാല്യൂസ് കുറയാം എന്നുള്ളതാണ്. അതായത് പ്രീവിയസ് ഐറ്ററേഷനിൽ കിട്ടിയ വാല്യൂം കറന്റ് ഐറ്ററേഷനിൽ കിട്ടിയ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് കുറയുക എന്നുള്ളതാണ്. ഓക്കെ, ഡിഫറൻസ് കുറയുമ്പോഴാണ് നമ്മൾ കൺവെർജ് ആയി സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് വലിയ വ്യത്യാസമൊന്നുമില്ല, ഇനി എത്ര ഐറ്ററേഷൻ കഴിഞ്ഞാലും നമുക്ക് ഇതേ വാല്യൂ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് വരുന്ന ഒരു ഇൻഫറൻസ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കൺവെർജൻസ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കാണാം നമ്മളുടെ താഴത്തോട്ട് ഗ്രാഫ് പോകുന്നുണ്ട്. അതായത് ആ റെസിഡുവൽ വാല്യൂസ് കുറഞ്ഞാണ് വരുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ ഇതേപോലെ ഒരു കൺവെർജൻസ് മീറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ 10⁻⁶ ആണ് കൊടുത്തത്. അങ്ങനെ ഒരു കൺവെർജൻസ് മീറ്റ് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധമില്ല. ചിലപ്പോൾ ഗ്രാഫ് കുറച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്റ്റഡി ആയിട്ട് വരും. ഓക്കെ, ഒരു ഹൊറിസോണ്ടലായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഒരു പാറ്റേൺ ഫോർമേഷൻ ആയിരിക്കും. കുറെ നേരം താഴത്തോട്ടേക്ക് പോയി, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പതുക്കെ മുകളിലോട്ടേക്ക് വന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും താഴത്തോട്ടേക്ക് പോയി, വീണ്ടും മുകളിലോട്ടേക്ക് വന്നു. അത് റിപ്പീറ്റഡ് ആയിട്ട് അതേ പാറ്റേൺ തന്നെ ആ ഒരു വിത്തിൻ ദ ലിമിറ്റ്. ഓക്കെ, വിത്തിൻ ദ ലിമിറ്റ് സെയിം പാറ്റേൺ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതും വേണമെങ്കിൽ നമുക്കൊരു കൺവെർജൻസ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോ ഇത്രയുമാണ് നമുക്ക് ഈ സൊല്യൂഷൻ റൺ ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങൾ. ഇനി അതിനുശേഷമുള്ള പോസ്റ്റ് പ്രോസസിംഗ് ആണ്. നമുക്ക് റിസൾട്ട് എക്സ്ട്രാക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. റിസൾട്ട് എക്സ്ട്രാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയും വെച്ചിട്ട് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ സെഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്ന് നോക്കിയാൽ കാണാം. ഇപ്പോൾ അതെ കണ്ടിന്യൂറ്റിക്കേഷന്റെ ഗ്രാഫ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഒരു 1000 ഐറ്ററേഷൻ വരെ നമുക്ക് വേണമെങ്കിൽ റൺ ചെയ്യാൻ ഇടാം. 1000 ഐറ്ററേഷൻ വരെ റൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പറയുന്ന റിസൾട്ട്, അതായത് നമുക്ക് റിസൾട്ട് അനാലിസിസ് അല്ലെങ്കിൽ പോസ്റ്റ് പ്രോസസിംഗിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ അതുവരെ നിങ്ങൾക്ക് ഈ റെസിഡുവൽ ഗ്രാഫുകൾ വേണമെങ്കിൽ നോട്ട് ചെയ്യാവുന്നതാണ്. നോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഈ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് തന്നെ ആയിരിക്കും ഇനി മൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിന്നീട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് വളരെ ബേസിക് ആയിട്ട് ഒരു ആൻസർ സോഫ്റ്റ്വെയറിൽ നമ്മൾ എങ്ങനെ സൊല്യൂഷൻ റൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരുപാട് കൺട്രോൾസ് ഇതിന്റെ അകത്ത് ഓരോ സെക്ഷൻ വൈസ് സെക്ഷൻ ആയിട്ട് പറയാനുണ്ട്. നമ്മൾ അടുത്ത ഓരോ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഓരോന്ന് പുതിയ കാര്യങ്ങൾ പഠിച്ചു വരും. ഓക്കെ, അപ്പോൾ ഞാൻ അത്രയും വെച്ചിട്ട് ഞാൻ ഇപ്പൊ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അടുത്ത സെക്ഷനിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.